ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരു മുൻപേടെ വരാൻ പോകുന്ന പുതിയൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. ഡ്രൈവർ ബൈജു ഇത്തിരി അത്ഭുതത്തിലാണ്. വിശിഷ്ട അതിഥിക്ക് സഞ്ചരിക്കാൻ വേണ്ടി സ്റ്റാൻലി മുതലാളി ഒരു കാർ വരുത്തിയിട്ടുണ്ട്. വെള്ള മാടപ്രാവിനെ പോലെ തോന്നുന്ന ഒരു കൊച്ചു വണ്ടി. പുത്തനാണ്. രജിസ്ട്രേഷൻ നമ്പർ പോലും കിട്ടിയിട്ടില്ല. വരാൻ പോകുന്ന അതിഥിക്ക് വേണ്ടി മുതലാളി ലക്ഷങ്ങൾ മുടക്കി ഒരു കാർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതുതരം അതിഥിയായിരിക്കും? അതാണ് ബൈജുവിന്റെ അത്ഭുതം. ഇത്രമേൽ വർണ്ണശബളമായി ഏതെങ്കിലും വീടുകൾ ഒരുക്കുന്നത് ബൈജു കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഓണത്തിനും ക്രിസ്മസിനും മാത്രമാണ്. ബൈജു ആരും കാണാതെ കാർ ഷെഡിനുള്ളിൽ ഒരു സിഗരറ്റ് വലിച്ചു. അതിനിടയിലാണ് തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഇരുമ്പ് ഗേറ്റിൽ നിന്ന് കാറിന്റെ ഹോൺ ശബ്ദം കേട്ടു. ബൈജു സിഗരറ്റ് 2-3 ആവർത്തി ആഞ്ഞു വലിച്ച് പുകയെടുത്ത് കുറ്റി താഴെയിട്ട് ചവിട്ടിക്കെടുത്തി. അതിഥി വരികയാണെന്ന് അവന് തോന്നി. എന്നാൽ വീടിന്റെ മുറ്റത്തേക്ക് വന്നുകൊണ്ടിരുന്ന കാർ കണ്ടപ്പോൾ ബൈജുവിന്റെ പ്രതീക്ഷ അസ്തമിച്ചു. ഈ കാർ അവന് പരിചയമുണ്ട്. കോട്ടയം രജിസ്ട്രേഷൻ ആണ്. ഇതിനു മുൻപ് ഈ കാർ ഇവിടെ വന്നിട്ട് പോയത് അവൻ ഓർത്തു. കാർ വന്ന് മുറ്റത്ത് അരികിൽ നിന്നു. കാറിന്റെ ഡോർ തുറന്ന് ബാലചന്ദ്ര മേനോൻ ഇറങ്ങുന്നതോടുകൂടി കണ്ടതോടെ ബൈജു നിരാശനായി. ഇയാളല്ല അതിഥി, വരാനിരിക്കുന്നതേയുള്ളൂ. അപ്പോഴേക്കും ഡ്രൈവറുടെ ഭാഗത്തെ ഡോർ തുറക്കപ്പെട്ടു. മഴവില്ലുടുത്ത ഒരു പെൺകിടാവ് കാറിൽ നിന്നിറങ്ങുന്നു. ഒറ്റ കാഴ്ചയിൽ ബൈജുവിന് സ്റ്റാൻലി മുതലാളിയുടെ മൂത്ത മകൾ ടാണിയയുടെ ഛായ തോന്നി. അവൾ നിന്ന നിൽപ്പിൽ തന്നെ ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് പരിസരം നോക്കുകയാണ്. വീത്ത കൊച്ചാമ്മയുടെ അരികിലെ ആരെങ്കിലും ആയിരിക്കുമോ? ബൈജുവിന് അവളിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല. ഇതാണ് സ്റ്റാൻലി ജോസഫിന്റെ വീട്. വീടെന്ന് പറഞ്ഞുകൂടാ, എസ്റ്റേറ്റ് ബംഗ്ലാവ്. ബാലചന്ദ്ര മേനോൻ അലീനയോട് പറഞ്ഞു. അവളുടെ മുഖത്ത് സമ്മിശ്ര വികാരങ്ങൾ തെളിഞ്ഞു മാഞ്ഞു നിന്നു. നായ്ക്കൂടുകളിൽ നിന്ന് ഇടതടവില്ലാതെ നായ്ക്കൾ കുരച്ചു ബഹളമുണ്ടാക്കി. വാ. ബാലചന്ദ്ര മേനോൻ അലീനയുടെ കൈകൾ പിടിച്ച് വീടിനു നേർക്കു നീങ്ങി. അവ സിറ്റൗട്ടിൽ ചെന്ന് കയറിയതും 4-5 കൂറ്റൻ നായ്ക്കൾ മുൻവാതിൽ കടന്നു വന്നു. അലീനയെയും ബാലചന്ദ്ര മേനോനെയും നോക്കി ഒരു നിമിഷം സംശയിച്ചു നിന്നു. പിന്നെ അവരുടെ സമീപത്തേക്ക് ചെന്നു. ബാലചന്ദ്ര മേനോൻ ഭയന്ന് പിന്നോട്ട് മാറിയെങ്കിലും ബൈജു ഞെട്ടിത്തെറിച്ചു നിൽക്കെ നായ്ക്കൾ അലീനയെ വളഞ്ഞ് മുൻകാലുകൾ ഉയർത്തി അവൾക്കു നേർക്കു ചാടി. അവളുടെ കഥ കഴിഞ്ഞു എന്ന് തന്നെ കരുതി ബൈജു കണ്ണുകൾ ഇറുക്കി അടച്ചു. വീണ്ടും തുറന്നപ്പോൾ കണ്ട കാഴ്ച അവനെ അത്ഭുത സ്തബ്ധനാക്കി. സാരിയുടുത്ത യുവതിയുടെ കൈത്തണ്ടയിലും വിരലുകളിലും മുഖത്തുരുമുകയും നാവ് നീട്ടി നക്കുകയും ചെയ്യുകയാണ് ഒരൊത്ത കടുവയെ പോലെയും തോന്നുന്ന ജർമ്മൻ ഹണ്ട് പോലും. അവളാണെങ്കിൽ അവറ്റകളെ കെട്ടിപ്പിടിക്കുകയും തലോടുകയും ചെയ്യുന്നു. ഇതെന്തൊരു മറിമായം! 8 വർഷമായി ബൈജു സ്റ്റാൻലി ജോസഫിന്റെ ഡ്രൈവറായി ജോലി ചെയ്യുന്നു. ഇതിനിടയിൽ ഒരിക്കൽ പോലും ഈ പെണ്ണ് വരികയോ ഈ നായ്ക്കളുമായി ചങ്ങാത്തം കൂടുകയോ ചെയ്തിട്ടില്ലെന്ന് അവന് ഉറപ്പുണ്ട്. ബൈജുവിന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ബാലചന്ദ്ര മേനോനും അലീനയ്ക്ക് മാത്രം മനസ്സിലായി അവൾ ജനിച്ച അന്നു മുതൽ നായ്ക്കളുടെ സമൂഹം അവളോട് പുലർത്തിപ്പോന്ന മമതയുടെയും വിധേയത്വത്തിന്റെയും അന്തരാർത്ഥം എന്തായിരുന്നുവെന്ന്. 2 നായ്ക്കൾ അവളോട് ആഗമനം അറിയിക്കാൻ എന്നോണം അകത്തേക്ക് കുതിച്ചോടി. ബാക്കിയുള്ള 3 പേർ അവളുടെ ചുറ്റും വട്ടമിട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഈ വീട് ഇങ്ങനെയല്ലായിരുന്നു, ബാലചന്ദ്ര മേനോൻ അതിശയം മറച്ചുവെക്കാതെ പറഞ്ഞു. അലീന ചോദ്യഭാവത്തിൽ നോക്കി. ആകെ ഒന്ന് റിഫ്രഷ് ചെയ്ത പോലുണ്ട്. പുതിയ പെയിന്റ്, പുതിയ അലങ്കാരങ്ങൾ. നിന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടിയായിരിക്കും. അപ്പോഴേക്കും ആന്റപ്പൻ അകത്തു നിന്നിറങ്ങി വന്നു. ഇങ്ങോട്ട് കയറി വന്നോളൂ, കേണൽ സാബ് വെയിറ്റ് ചെയ്യുകയാണ്. ബാലചന്ദ്ര മേനോന് അല്പം നീരസം തോന്നി. സ്റ്റാൻലി സ്വമേധയാ ഇറങ്ങി വന്ന മകളെ സ്വീകരിച്ച് ആനയിച്ചിരിക്കേണ്ടതല്ലേ? അതല്ലേ മര്യാദ? ബാലചന്ദ്ര മേനോൻ അലീനയെ ഒന്ന് നോക്കിയ ശേഷം ആന്റപ്പന്റെ പിന്നാലെ നീങ്ങി. അച്ഛനെ അനുഗമിക്കുന്നതിനിടയിൽ അവൾ തോരണങ്ങളും ബലൂൺ പൂങ്കുലകളും കണ്ട് വിസ്മയം പൂണ്ടു. ഇരിപ്പിടങ്ങൾ ഭംഗിയായി സജ്ജീകരിക്കപ്പെട്ട ഹാളിൽ അവരെ എത്തിച്ച ശേഷം ആന്റപ്പൻ പിന്മാറി. വാതിൽ പുറമേ നിന്നു ചാരി. നായ്ക്കൾ ഹാളിലിങ്ങിങ്ങു കൂട്ടം ചേർന്നു തമ്മിൽ എന്തോ കൂടി ആലോചിക്കുന്നത് പോലെ നിൽക്കുകയും പിന്നെ അലീനയ്ക്ക് സമീപം വന്ന് അവൾക്ക് കാവലെന്നോണം നിലയുറപ്പിക്കുകയും ചെയ്തു. ഒരു റൂമിന്റെ വാതിൽ തുറക്കപ്പെട്ടു. സ്റ്റാൻലി പുറത്തേക്ക് വരുന്നത് അലീന കണ്ടു. സ്കൈ ബ്ലൂ കളറിൽ സവിശേഷമായ തുന്നലോട് കൂടിയ പാൻസും കോട്ടും, 6 അടിയിലധികം ഉയരം, വലിയ കവിളുകളും കട്ടിമീശയും ഉണ്ടക്കണ്ണുകളും വീതിയുള്ള നെറ്റിത്തടവും. ഇതാണോ തന്റെ അച്ഛൻ? അലീന ബാലചന്ദ്ര മേനോന്റെ നേർക്ക് നോട്ടം തിരിച്ചു. സ്റ്റാൻലി ജോസഫ് ഒരു പട്ടാള ചിട്ടയിൽ എന്ന പോലെ നടന്ന് അവരുടെ സമീപത്തേക്ക് വന്നു.
ഹലോ മിസ്റ്റർ ബാലചന്ദ്ര മേനോൻ, ഗുഡ് ആഫ്റ്റർനൂൺ. അയാൾ കൈ നീട്ടിയപ്പോൾ ബാലചന്ദ്ര മേനോൻ ഷെയ്ക്ക് ഹാൻഡ് നൽകി പ്രതിവാദ്യം ചെയ്തു. ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ അലീന. സ്റ്റാൻലി ജോസഫ് അവൾക്കു നേർക്കും കൈ നീട്ടി. അലീന അനങ്ങിയില്ല. ഇമയനക്കാതെ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. വലിപ്പമുള്ള ഒരു മനുഷ്യൻ ഔപചാരികമായി പരിചയപ്പെടാൻ ശ്രമിക്കുന്നു. അത് തന്റെ അച്ഛനാണെന്ന് ചിന്ത പോലും അരോചകമായി അവൾക്ക് തോന്നി. സ്റ്റാൻലിയും കുറച്ചൊന്ന് അസ്വസ്ഥനായി. അലീന കൈ നീട്ടി ഷെയ്ക്ക് ഹാൻഡ് നൽകാതിരുന്നത് അനുചിതമാണ് ആയിപ്പോയി എന്ന് അയാൾ വിചാരിച്ചു. വെൽ വെൽ, ഇറ്റ്സ് ഓൾ റൈറ്റ്. അയാൾ നീട്ടിയ കൈ പിൻവലിച്ച് ബാലചന്ദ്ര മേനോനെ നോക്കി. ഞാൻ മനഃപൂർവ്വമാണ് പുറത്തേക്ക് വരാഞ്ഞത്. ജോലിക്കാരുണ്ട് വെളിയിൽ. നമ്മൾ നമ്മുടെ പ്രൈവസി കീപ്പ് ചെയ്യണമല്ലോ. കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കാൻ വയ്യ. ഇത് കുഴപ്പമില്ല, പുറത്തു വെച്ചും ആകാമായിരുന്നു. സ്റ്റാൻലിയുടെ സ്വരത്തിൽ ഒരല്പം വല്ലായ്മയുണ്ടെന്ന് ബാലചന്ദ്ര മേനോന് മനസ്സിലായി. അച്ഛനും മകളും തമ്മിലുള്ള കണ്ടുമുട്ടൽ വേണ്ടത്ര വികാര നിർഭരമായില്ല. ഇങ്ങോട്ട് വരുന്ന വഴി യാത്രക്കിടയിൽ ഞാൻ നിങ്ങളെ അലീനയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്രതീക്ഷിതമായതുകൊണ്ട് കുറച്ചൊരു പ്രയാസം അവൾക്കുണ്ടായി. പെട്ടെന്നൊരു അച്ഛനുണ്ടാവുക, അത് ഇന്നയാളെന്ന് അറിയുക, അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് മുൻപേ ആ ആളിന്റെ മുൻപിൽ ചെന്ന് നിൽക്കേണ്ടി വരിക, ആരായാലും പതറിപ്പോകും. ബാലചന്ദ്ര മേനോൻ അലീനയോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സ്റ്റാൻലി തല കുലുക്കി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിടയിൽ അഭിനയത്തിന്റെ ആവശ്യം ഇനിയില്ല എന്നാണ്. കുറച്ചടുത്തു പെരുമാറുമ്പോൾ ഈ വൈഷമ്യം മാറിക്കിട്ടും. ശരിയാണ് മിസ്റ്റർ മേനോൻ, നിങ്ങൾ അലീനയെ നന്നായി അണിയിച്ചൊരുക്കിയാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. ഷീസ് ലുക്കിംഗ് വെരി സ്മാർട്ട്, ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. ഷീ ലുക്സ് ലൈക്ക് ആൻ ഏഞ്ചൽ. സ്റ്റാൻലി മേനോനെയും അലീനയെയും ഒരേ സമയം തന്നെ പ്രശംസിച്ചു. താങ്ക് യു സ്റ്റാൻലി. ഞാൻ എന്റെ മകളെ പോലെയാണ് ഇവളെ കണ്ടിട്ടുള്ളത്. എനിക്കറിയാം, എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ഇരിക്കുന്നില്ല, എന്റെ ജോലി കഴിഞ്ഞല്ലോ. എനിക്ക് ഉടനെ തിരിച്ചു പോണം, ബാലചന്ദ്ര മേനോൻ പറഞ്ഞു. അലീന പരിഭ്രാന്തയായി. ഇതുവരെ തനിക്ക് അന്യവും അജ്ഞാതവുമായ ഒരു വീട്ടിൽ വന്ന് അപരിചിതനായ ഒരു മനുഷ്യനെ കാട്ടിത്തന്നിട്ട് ഇത് നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് സ്ഥലം വിടുകയാണോ അച്ഛൻ? നിങ്ങൾ അങ്ങനെ പോകരുത് മിസ്റ്റർ മേനോൻ. ഇന്നൊരു ദിവസമെങ്കിലും എന്റെ അതിഥിയായി ഇവിടെ താമസിക്കണം. എന്റെ കുട്ടികൾ അവിടെ തനിച്ചാണ്. എനിക്ക് പോയേ പറ്റൂ. എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം, ഇല്ലെങ്കിൽ അതെന്നെ അപമാനിക്കുന്നതിന് തുല്യമായിരിക്കും. ഞങ്ങൾ 2 മണിക്കാണ് ഊണ് കഴിച്ചത്. ഇപ്പോൾ 3:30 മണി. ഒന്നാമത് വിശക്കുന്നില്ല. ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. ഭക്ഷണത്തിന്റെ ആഡംബര വിഭവങ്ങളൊന്നും ഞാൻ തൊട്ടുകൂടാ. താങ്കൾക്ക് നിർബന്ധമാണെങ്കിൽ ഒരു ചായ കഴിക്കാം. സ്റ്റാൻലി ജോസഫ് ബാലചന്ദ്ര മേനോനെ നോക്കി അല്പസമയം നിശബ്ദനായി നിന്നു. ഓക്കെ, അയാൾ തലകുനിക്കി. പിന്നെ ആന്റപ്പനെ വിളിക്കാനായി ഹാളിൽ നിന്ന് പുറത്തേക്ക് പോയി. ബാലചന്ദ്ര മേനോൻ അലീനയുടെ തോളിൽ തോണ്ടി. എന്തു പറ്റി നിനക്ക്? ഞാൻ എവിടെയാ ഇനി താമസിക്കേണ്ടതല്ലേ? അതെ, നല്ല വീടല്ലേ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വേറെ ആരുമില്ലേ അച്ഛാ ഇവിടെ? ജോലിക്കാരുണ്ട്, നമ്മൾ കണ്ടതല്ലേ. അതല്ലാതെ കുടുംബാംഗങ്ങൾ ആരും? ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ആയിരിക്കില്ല. ഇത് എസ്റ്റേറ്റ് ബംഗ്ലാവ് അല്ലേ? എന്റെ അച്ഛൻ തന്നെയാണതല്ലേ? നിനക്ക് എന്താ വിശ്വാസം വരുന്നില്ലേ? അച്ഛൻ ശ്രദ്ധിച്ചില്ലായിരുന്നോ ഷെയ്ക്ക് ഹാൻഡ് കൈ നീട്ടിയത്? ചുമ്മാ ഒരു ചടങ്ങ് കഴിക്കുന്നത് പോലെ. ഹലോ എന്ന്. സ്വന്തം മകളെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതല്ലേ? അല്ല, നിന്നെ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. ഇവിടെ വെച്ചാ? അപ്പോഴേക്കും സ്റ്റാൻലി ഹാളിലേക്ക് കടന്നു വന്നു. വരൂ. അയാൾ അവരെ 2 പേരെയും ക്ഷണിച്ചുകൊണ്ടുപോയി. വിശാലമായ ഊണുമുറി, ദീർഘവൃത്താകൃതിയിലുള്ള ഡൈനിങ് ടേബിൾ, അതിൽ നിറയെ ഫുഡ് ട്രേകൾ, സ്റ്റീൽ ബേസിനുകൾ, ബൗളുകൾ, തെർമോവേറുകൾ. ടേബിളിന്റെ ഒത്ത മധ്യഭാഗത്ത് ഏതാനും പഴക്കുടകളിൽ ആപ്പിൾ, മുന്തിരി, മാമ്പഴം, പൂവൻപഴം എന്നിവ, ഒരറ്റത്ത് ചെറിയ ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ള സ്റ്റവോട് കൂടിയ ഡിഷുകൾ. അവയിലിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാവുന്നുണ്ട്. ഏപ്രൺ ധരിച്ച 2 പാചകക്കാർ ആഹാരം ഇളക്കുകയും വിളമ്പുകയും ചെയ്യുന്നു. പൊരിച്ചതും കറിവെച്ചതുമായ ചിക്കന്റെയും മീനിന്റെയും ഹൃദ്യമായ ഗന്ധം വായുവിൽ തങ്ങി നിന്നു. ചപ്പാത്തിയും പൊറോട്ടയും പാലപ്പവും കപ്പ വേവിച്ചതും മേശപ്പുറത്തുണ്ട്. പാചകക്കാരിൽ ഒരാൾ കെറ്റിലിൽ നിന്നും ഗ്ലാസുകളിലേക്ക് ചൂട് ചായ ഒഴിക്കുന്നു. ബാലചന്ദ്ര മേനോന് കഴിക്കണമെന്നില്ലായിരുന്നു എങ്കിലും ഊണുമുറിയിലെ അന്തരീക്ഷം വിശപ്പില്ലാത്തവനെ കൊണ്ടും കഴിപ്പിക്കാൻ പോകുന്നതായിരുന്നു. സ്റ്റാൻലി അയാളുടെ പ്ലേറ്റിലേക്ക് ഒരു ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയുടെ കഷ്ണവും എടുത്തു വെച്ചപ്പോൾ നിരസിക്കാൻ ബാലചന്ദ്ര മേനോന് തോന്നിയില്ല. കഴിച്ചപ്പോൾ അത് സ്വാദിഷ്ടമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. അലീന ചായ മാത്രമേ കഴിച്ചുള്ളൂ. സ്റ്റാൻലിയുടെ ഭാര്യയും മക്കളും എവിടെയാണ്? അലീനയ്ക്ക് വേണ്ടി ബാലചന്ദ്ര മേനോൻ ചോദിച്ചു. അഞ്ചലിൽ, അവിടെയാണ് വീട്. അവരറിഞ്ഞു അലീന വരുന്ന വിവരം? ഇല്ല. അറിയിക്കണ്ടേ? വേണം. അതൊരു കലഹത്തിന് കാരണമാകുന്നുവെങ്കിൽ ഇവളെ എന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചയച്ചേക്കണം. അതിന് സ്റ്റാൻലി മറുപടി പറഞ്ഞില്ല. ഭക്ഷണം കഴിഞ്ഞയുടൻ ബാലചന്ദ്ര മേനോൻ മടങ്ങിപ്പോകാൻ ഒരുങ്ങി.
സ്റ്റാൻലി അയാൾക്ക് കൈ കൊടുത്തു നന്ദി പറഞ്ഞു. നിങ്ങളോടുള്ള കടപ്പാട് പറഞ്ഞു തീർക്കാൻ ആവുന്നതല്ല. നല്ല മനുഷ്യരെ തീരെ കുറച്ചു മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിലൊരാളാണ് നിങ്ങൾ. സ്നേഹിക്കാൻ ആർക്കും പറ്റും, സഹായിക്കാൻ ഏതൊരാൾക്കും കഴിയും, നന്മ ചെയ്യാനുള്ള കഴിവും മിക്കവർക്കും ഉണ്ട്. പക്ഷെ സാക്രിഫൈസ് ചെയ്യാൻ ത്യാഗികൾക്ക് മാത്രമേ സാധിക്കൂ. എന്റെ മകളെ സ്നേഹിച്ചപ്പോൾ നിങ്ങൾ ത്യാഗമാണ് ചെയ്തത്. അവളെ ഏൽപ്പിച്ചു തരാൻ വേണ്ടി എന്നെ സമീപിച്ചതും വലിയ ത്യാഗമാണ്. എനിക്കതിന്റെ ആഴമറിയാം. അയാളുടെ ശബ്ദത്തിനുള്ളിൽ വിങ്ങിയ ആത്മാർത്ഥത ബാലചന്ദ്ര മേനോന്റെ മനം കുളിർപ്പിച്ചു. അലീന കാറിനടുത്ത് വരെ അച്ഛനോടൊപ്പം ചെന്നു. അവൾ ഏതു നിമിഷവും കരയുമെന്ന മട്ടിൽ വിതുമ്പി നിൽക്കുകയാണ്. ബാലചന്ദ്ര മേനോൻ ഡിക്കിയിൽ നിന്ന് പെട്ടികൾ എടുത്തു വെച്ച് ഡിക്കി അടച്ചതോടെ അവളുടെ ഉള്ളിൽ സങ്കടത്തിന്റെ ചിറ പൊട്ടി. ബാലചന്ദ്ര മേനോൻ അവളെ ആശ്ലേഷിച്ച് ശിരസിൽ തഴുകി. കരയരുത്. അച്ഛൻ ഇവിടെ കൊണ്ടുവന്ന അറിയാത്ത ദിക്കിൽ ഇറക്കിവിട്ട് ഭാരം ഒഴിവാക്കി പോവുകയാണെന്ന് വിചാരിക്കരുത്. എന്റെ സ്വന്തം മോളെ അന്യ വീട്ടിൽ കൊണ്ടുചെന്നു ദത്തു നിർത്തേണ്ടി വരുന്നതിന്റെ വേദനയോടെ അച്ഛൻ തിരിച്ചു പോകുന്നത്. അതും എനിക്ക് മനസ്സുണ്ടായിട്ടല്ല, മോളെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം. പറഞ്ഞു വരുന്നതിനിടയിൽ ബാലചന്ദ്ര മേനോന്റെ കണ്ണിൽ നനവൂറുകയും തൊണ്ടയിടറുകയും ചെയ്തു. അച്ഛൻ പോയിക്കോട്ടെ. നിനക്ക് ഇന്നു മുതൽ വേറൊരച്ഛനുണ്ട്, നിന്റെ സ്വന്തം. അത് മറക്കരുത്. എന്നാലും എനിക്ക് ഒരച്ഛന്റെ സ്നേഹം ആദ്യമായിട്ട് തന്നത്, എന്നെ ആദ്യം മോളെ എന്ന് വിളിച്ചത് ഈ അച്ഛനല്ലേ? ഞാനും ആദ്യമായിട്ട് അച്ഛ എന്ന് വിളിച്ചത് അതെനിക്ക് മറക്കാൻ പറ്റൂ? അലീന വിതുമ്പിക്കരഞ്ഞു. നീ കരഞ്ഞു നിൽക്കണത് കണ്ടിട്ട് പോയാൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അലീന വേഗം കവിൾ തുടച്ചു. വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ 3 പേരെയും വിളിച്ച് ആശ്വസിപ്പിക്കണം. അവരോടെല്ലാം എന്നും സംസാരിക്കണം, പ്രത്യേകിച്ച് രോഹിത്തിനോട്. എനിക്കറിയാം, നീ അവിടെ ഉള്ളപ്പോഴത്തെ പോലെ തന്നെ എല്ലാം ഞാൻ നടത്തിക്കോളാം. അമ്മ തിരിച്ചു വരുമല്ലോ, അപ്പോ അച്ഛൻ അമ്മയോട് വേണ്ട, ആ ഒരു വിഷയത്തിൽ മാത്രം നീ ഇടപെടണ്ട, എനിക്കിഷ്ടമല്ല. അലീന അയാളുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി 2 നിമിഷം നിന്നു. ബാലചന്ദ്ര മേനോൻ അവളുടെ കവിളത്തു തലോടി. സാരമില്ല, ചില കാര്യങ്ങൾ അതിൽ തന്നെ ദഹിച്ചു തീരണം. അയാൾ കാറിന്റെ ഡോർ തുറന്നു. അച്ഛനെ വിളിക്കണം, എന്റെ മക്കളെ വിളിക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാൻ വരും. എനിക്കറിയണ്ടേ നീ സന്തോഷമായിട്ടാണോ കഴിയുന്നതെന്ന്. അലീന കണ്ണീരോടെ തലയാട്ടി. സ്റ്റാൻലി ഒരു ഉരുക്കു മനുഷ്യനെ പോലെ ഇരിക്കുന്നതേയുള്ളൂ. ആ വലിയ ശരീരത്തിനകത്ത് നിന്നോട് സ്നേഹമുള്ള മനസ്സുണ്ട്. അയാളുടെ മുഖത്ത് ഒന്നും കാണാൻ സാധിക്കില്ല. കുറെ അധികം കാലം പട്ടാളക്കാരനായിട്ടിരുന്ന ആളല്ലേ. ബാലചന്ദ്ര മേനോൻ കാറിൽ കയറിയിരുന്നു. പോട്ടെ മോളെ. അലീന മന്ദം മുഖമനക്കി. ഡോർ അടച്ച ശേഷം ബാലചന്ദ്ര മേനോൻ കാർ സ്റ്റാർട്ട് ചെയ്തു. അലീനയുടെ നേർക്ക് കൈ കാണിച്ചിട്ട് അയാൾ കാർ ഓടിച്ചു പോയി. നിലത്തിറക്കി വെച്ച പെട്ടികൾക്കും ബാഗുകൾക്കും അരികെ അലീന നോക്കിക്കൊണ്ടു നിന്നു, കാർ മറയുന്നത് വരെ. അലീന സാരി തലപ്പുകൊണ്ട് കണ്ണും കവിളും ഒപ്പിയിട്ട് ചുറ്റുമൊന്ന് നോക്കി. 4-5 പെട്ടികൾക്കും ബാഗുകൾക്കും ഇടയിൽ നിൽക്കുകയാണ് താൻ. ദീർഘയാത്രക്കിടയിൽ അപരിചിതമായ ഏതോ സ്ഥലത്ത് സഹയാത്രികൻ ഇറക്കിവിട്ട യാത്രക്കാരിയെ പോലെ. അലീന ഒരു നിമിഷം അന്താളിച്ചു പോയി. സിറ്റ് ഔട്ടിൽ നിന്നുകൊണ്ടു സ്റ്റാൻലി ജോസഫ് പരിചാരകർക്ക് എന്തോ നിർദ്ദേശം നൽകുന്നത് അവൾ കണ്ടു. അനുസരണയോടെ തലയാട്ടിയിട്ട് 2 പേർ തന്റെ നേർക്ക് നടന്നു വരുന്നു. ആന്റപ്പനും ബൈജുവുമായിരുന്നു അത്. തന്റെ ലഗേജ് എടുക്കാൻ വേണ്ടി സ്റ്റാൻലി ജോസഫ് പറഞ്ഞയച്ചതാണെന്ന് അവൾക്ക് ക്ഷണത്തിൽ മനസ്സിലായി. ആ അച്ഛൻ സ്വന്തം മകളുടെ അടുത്തേക്ക് ഇറങ്ങി വരികയില്ല. ഇതുവരെ സംരക്ഷിച്ചവരിൽ നിന്നെല്ലാം വേർപെടുത്തപ്പെട്ട് വേദനിച്ചു നിൽക്കുന്ന ആ മകളോട് ഒരു ആശ്വാസവാക്ക് പറഞ്ഞ് ഇനി നിനക്ക് ഞാനുണ്ടെന്ന് സാന്ത്വനിപ്പിച്ച് അദ്ദേഹം വീടിനുള്ളിലേക്ക് വിളിച്ചോണ്ട് പോവുകയില്ല. മകളുടെ അടുത്തേക്ക് വന്ന് അവളുടെ പെട്ടിയോ ബാഗോ എടുത്തുകൊണ്ട് കൈ സഹായിക്കുകയുമില്ല. കൊള്ളാം, ഇങ്ങനെ തന്നെ വേണം. അലീനയ്ക്കൊരു വാശി തോന്നി. കൂട്ടത്തിൽ ഏറ്റവും ഭാരമുള്ള ഒരു സൂട്ട് കേസും ട്രോളി ബാഗും അവൾ തൂക്കിയെടുത്തു. അതുമായി പൂമുഖത്തേക്ക് നടന്നു. ആന്റപ്പൻ തിടുക്കപ്പെട്ടു വന്ന് അവളോട് പറഞ്ഞു, അതെവിടെ വെച്ചേക്ക് കുഞ്ഞി, ഞങ്ങൾ എടുത്തോളാം. വേണ്ട, ഇതെനിക്ക് ചുമക്കാവുന്നതേയുള്ളൂ, അലീന പറഞ്ഞു. ആന്റപ്പനും ബൈജുവും ബാക്കി ലഗേജുകളുടെ അടുത്തേക്ക് നീങ്ങുന്നത് കണ്ട് അവൾ തിരിഞ്ഞു നിന്നു. എന്റെ പെട്ടിയും ബാഗും വേറെ ആരും എടുക്കുന്നത് എനിക്കിഷ്ടമല്ല, അതെടുക്കരുത്. ആന്റപ്പനും ബൈജുവും അമ്പരന്ന് പരസ്പരം നോക്കി. നായ്ക്ക നടന്നുപോയി അലീനയുടെ ലഗേജുകൾക്കടുത്ത് നിലയുറപ്പിച്ചു. അലീന ഭാരവും താങ്ങി സിറ്റൗട്ടിലേക്ക് വന്നപ്പോൾ സ്റ്റാൻലി ജോസഫ് ചെറിയൊരു ശാസന കലർത്തി അവളോട് പറഞ്ഞു, എന്തിനാ ഇതൊക്കെ ചുമന്നുകൊണ്ട് വരുന്നത്? ഇവിടെ സെർവന്റ് ഉണ്ടല്ലോ. ഇതെടുക്കാൻ വേണ്ടിയാ ഞാൻ അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. സാരമില്ല, ഇതെനിക്ക് എടുക്കാവുന്നതേയുള്ളൂ. ഇത്രയും കാലം ഞാനൊരു സെർവന്റിന്റെ ജോലിയാ ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് എനിക്കിത് നല്ല പരിചയമാ. പറഞ്ഞു കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് തന്നെ സംശയം തോന്നി. തന്റെ വാക്കുകളിൽ അദൃശ്യമായ മുനയുണ്ടായിരുന്നു. അതവിടെ വെച്ചേക്ക്, സ്റ്റാൻലി ആശ്ചര്യത്തോടെ പറഞ്ഞു. അലീന അത് താഴെ വെക്കാൻ കൂട്ടാക്കാതെ തൂക്കി പിടിച്ചുകൊണ്ട് നിന്നു.
തന്നെ നിന്നു. സ്റ്റാൻലി മുറ്റത്തേക്ക് നോക്കി ആന്റപ്പനെയും ബൈജുവിനെയും ശകാരിച്ചു. നിങ്ങൾ ഇവിടെ എന്തു ചെയ്യുകയാ? സ്വപ്നം കണ്ടു നിൽക്കുന്നു. ആ പെട്ടിയൊക്കെ എടുത്തോണ്ട് വരാൻ പറഞ്ഞത് കേട്ടില്ലേ? പട്ടാള മേധാവിയുടെ ഉത്തരവ് കേട്ട പോലെ അവർ രണ്ടുപേരും ഉടനടി ലഗേജ് ചാടിയെടുത്ത് സിറ്റൗട്ടിലേക്ക് കൊണ്ടുവന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നു എന്റെ പെട്ടിയും ബാഗും തുടരുതെന്ന്? പിന്നെ എന്തിനാ തൊട്ടത്? അലീന അല്പനീരസത്തിൽ ചോദിച്ചു. ബൈജുവും ആന്റപ്പനും ധർമ്മസങ്കടത്തിലായി. കേണൽ സാബ് പെട്ടി എടുക്കാൻ പറയുന്നു, ഈ യുവതിയാണെങ്കിൽ അത് താഴെ വെക്കാനും പറയുന്നു. ഏതാണ് അനുസരിക്കേണ്ടത്? അലീന തന്നെ അതിനു പരിഹാരം കണ്ടെത്തി. ഇതൊക്കെ എവിടെയാ വെക്കേണ്ടതെന്ന് കാണിച്ചു തന്നാ മതി, അവൾ ആന്റപ്പനോട് പറഞ്ഞു. ആന്റപ്പൻ ദയനീയമായി സ്റ്റാൻലിയെ നോക്കി. കാണിച്ചു കൊടുക്ക, സ്റ്റാൻലി നിർദ്ദേശിച്ചു. ആന്റപ്പൻ പെട്ടിയും തൂക്കി നടക്കാൻ ഭാവിച്ചപ്പോൾ അലീന പറഞ്ഞു, അതവിടെ വെച്ചിട്ട് വാ. ആന്റപ്പൻ അനുസരിച്ചു. അയാളുടെ പിന്നാലെ ഇടനാഴിയിലൂടെ നീങ്ങുമ്പോൾ അലീന തിരിഞ്ഞു നോക്കി. കേണൽ അദ്ദേഹം ഒരു ബാഗ് എടുത്ത് പിന്നാലെ വരുന്നുണ്ടോ? ഇല്ല, അദ്ദേഹം ഉത്തരവിടുകയുള്ളൂ. ആന്റപ്പൻ അലീനയുടെ മുറി കാട്ടിക്കൊടുത്തു. രാജധാനികളിലെ കിടക്കറ പോലെ കമനീയമായി അലങ്കരിച്ച മുറി. നീളമോ വീതിയോ ഏതാണ് കൂടുതലെന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഫോം ബെഡ്, ഫാൻ, AC, TV, സോഫ, അലമാര, മേശ, സെറ്റി, വാർഡ്രോബ് തുടങ്ങിയ സൗകര്യങ്ങൾ. ഇവിടുത്തെ ഗസ്റ്റ് റൂമാ ഇത്, ആന്റപ്പൻ പറഞ്ഞു. അലീന തിരിച്ചുപോയി. സിറ്റൗട്ടിലിരുന്ന ലഗേജ് കൂടി തൂക്കിയെടുത്തു കൊണ്ടുവന്നു. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴെല്ലാം 4-5 നായ്ക്കൾ അവളുടെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവറ്റകൾ മുറിയിലേക്ക് കയറാതെ വാതിൽക്കൽ നിന്നു. ഗസ്റ്റ് റൂമിൽ കയറുതെന്ന സൈനിക മേധാവിയുടെ ഉത്തരവുണ്ടായിരിക്കും, അലീന വിചാരിച്ചു. അലീന സൂട്ട് കേസ് നിലത്ത് കുത്തി നിർത്തിയിട്ട് അതിന്മേലിരുന്നു. തന്റെ സ്വഭാവത്തിന് മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. ആരുടെയൊക്കെയോ ദേഷ്യവും വാശിയും തോന്നുന്നു. ഈ പുതിയ അച്ഛന്റെ രൂപവും സ്നേഹശൂന്യമെന്ന് തോന്നിക്കുന്ന പെരുമാറ്റവും കണ്ടിട്ടാണോ? ഈ വീടും പരിസരവും ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ? പ്രിയപ്പെട്ടവരെ വേർപെട്ടു പോകുന്നതിന്റെ സങ്കടം കൊണ്ടാണോ? എങ്ങനെയെങ്കിലും ഇവിടുന്ന് തിരിച്ചു പോയാൽ മതിയെന്നൊരു മനോഭാവം ഇപ്പോഴേ തന്റെ ഉള്ളിൽ രൂപമെടുത്ത് കഴിഞ്ഞുപോകും. ഇങ്ങനെയൊന്നുമല്ലായിരുന്നല്ലോ താൻ. അലീനയ്ക്ക് കുറ്റബോധം തോന്നി. വാതിൽക്കൽ നിന്ന് ഒരു നായ മൂളിയും മുരണ്ടും ശബ്ദമുണ്ടാക്കി. അലീന കൈകാട്ടി അവനെ വിളിച്ചു. അവൻ ചാടിക്കുതിച്ചകത്തേക്ക് കയറി വന്നു. നിങ്ങളോട് എനിക്ക് പിണക്കമൊന്നുമില്ല കേട്ടോ, അവൾ അവന്റെ തലയിൽ തഴുകി. നായ അവളുടെ മുഖത്തേക്ക് മുഖമുരുമി സ്നേഹം പ്രകടിപ്പിച്ചു. ടോമി, കനത്ത വിളിയൊച്ചു കേട്ട നായയും അലീനയും ഞെട്ടി മുഖമുയർത്തി. വാതിൽക്കൽ സ്റ്റാൻലി ജോസഫ്. അലീന എഴുന്നേറ്റ് നിന്നു. നിന്നോട് ആര് പറഞ്ഞു ഇതിനകത്തു കയറാൻ? കം ഹിയർ. നായ ഉടൻ കുതിച്ചും മുറിക്ക് പുറത്തു ചാടി. കേണലിന്റെ കാൽച്ചുവട്ടിൽ ചെന്നിട്ട് തിരിഞ്ഞ അലീനയെ നോക്കി. സ്റ്റാൻലി മുറിയിലേക്ക് കയറി വന്നു. എങ്ങനെയുണ്ട് റൂം അറേഞ്ച്മെന്റ്? അയാൾ അലീനയോട് ചോദിച്ചു. ഗസ്റ്റ് റൂം അല്ലേ, അതിങ്ങനെ തന്നെ വേണം. വലിയ ആളുകളൊക്കെ വന്ന് താമസിക്കേണ്ടതല്ലേ. കുട്ടിക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? എനിക്കൊരു ചെറിയ മുറി മതി, ഒരു കട്ടിലും പായും തലയണയും, അലീന പറഞ്ഞു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ മുറി, സ്റ്റാൻലി ശബ്ദമില്ലാതെ ചിരിയോട് പറഞ്ഞു. തമാശ. അലീനയ്ക്ക് ചിരി വന്നില്ല. ആൻഡോ, സ്റ്റാൻലി അല്പം ഉറക്കി വിളിച്ചു. 2-4 നിമിഷങ്ങൾക്കുള്ളിൽ ഓർഡർ അലി ഓടിയെത്തി. അറ്റൻഷനായി. ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി വീടെല്ലാം കാട്ടിക്കൊടുക്കണം. ഇവൾക്ക് ഇവിടെ പരിചയമില്ലെന്ന് അറിയാമല്ലോ. അറിയാം. എന്തൊക്കെയാണ് കാട്ടിക്കൊടുക്കേണ്ടത്? എടോ, വീടും പരിസരവും, റൂമുകൾ എവിടെയൊക്കെയാണ്, വാതിലുകൾ എവിടെയൊക്കെയാണ് എന്നൊക്കെ ഇവൾ അറിഞ്ഞിരിക്കേണ്ടേ? കാട്ടിക്കൊടുക്കാം സാബ്. കുട്ടി റെഡിയാണോ? അല്ല, അലീന പറഞ്ഞു. റെഡിയാകുമ്പോൾ ആന്റപ്പനെ വിളിക്കുക. എന്താവശ്യമുണ്ടെങ്കിലും ആന്റപ്പനെ വിളിച്ചു പറഞ്ഞാൽ മതി, സ്റ്റാൻലി പറഞ്ഞു. അലീന മിണ്ടാതെ നിന്നു. അയാൾ പോയി കഴിഞ്ഞപ്പോൾ അലീന പിറുപിറുത്തു. എന്താവശ്യമുണ്ടെങ്കിലും ആന്റപ്പനെ വിളിച്ചാൽ മതി. ഇത് എന്തൊരു അച്ഛൻ! ഇയാൾക്ക് തന്നോട് യാതൊരു സ്നേഹവുമില്ല എന്ന് അലീനയ്ക്ക് തോന്നിപ്പോവുകയാണ് കേട്ടോ. കടപ്പാട്ടൂരിലെ അച്ഛനാണെങ്കിൽ തനിക്ക് വേണ്ടതെല്ലാം തന്റെ കൂടെ ചേർത്ത് പിടിച്ച് എല്ലാം ചെയ്തു തരുമായിരുന്നു. ഇങ്ങനെ വേലക്കാരോട് പറയുകയൊന്നും ആയിരുന്നില്ല. തന്റെ കൂടെ തന്നെ ചേർത്ത് പിടിച്ച് എല്ലാം ചെയ്തു തന്ന അച്ഛനെ, ബാലചന്ദ്രനെ അലീന ഒരു ദുഃഖത്തോടെ ഓർക്കുകയാണ് കേട്ടോ. സ്റ്റാൻലിയുടെ അടുത്ത്, തന്റെ സ്വന്തം അച്ഛന്റെ അടുത്ത് എത്തിയപ്പോഴും ബാലചന്ദ്രന്റെ ഓർമ്മകൾ മാത്രമായിരിക്കും കേട്ടോ അലീനയുടെ മനസ്സിലുണ്ടായിരിക്കുക. സ്വന്തം അച്ഛനല്ലാഞ്ഞിട്ട് പോലും സ്വന്തം അച്ഛനാകണമെന്ന് ആഗ്രഹിക്കുകയും ഒരുപാട് സ്നേഹിക്കുകയും ചെയ്ത ആളാണ് ബാലചന്ദ്രൻ കേട്ടോ. അപ്പൊ അലീനയ്ക്ക് സ്റ്റാൻലിയെക്കാളും ഏറെ പ്രിയപ്പെട്ടത് ബാലചന്ദ്രനാണെന്ന് അലീന മനസ്സിലാക്കുകയാണ് കേട്ടോ. പയ്യെയാണ് പിന്നീട് സ്റ്റാൻലിയോട് ഇഷ്ടം തോന്നിയും ആ പെരുമാറ്റം അംഗീകരിക്കാൻ അലീന തയ്യാറാവുക ചെയ്യുന്നത് പതുക്കെയാണ് കേട്ടോ. ആദ്യം സ്റ്റാൻലിയുടെ സ്വഭാവമൊന്നും അലീനയ്ക്ക് തൃപ്തികരമായിരുന്നില്ല. ആ പട്ടാളച്ചിട്ടയും ഒരു മകളോട് ഒരു സ്നേഹം കാണിക്കുകയോ അങ്ങനെ പെരുമാറുകയൊന്നും ചെയ്യാത്ത അച്ഛന്റെ ആ ഒരു സ്വഭാവം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. പിന്നീട് കുറേ അലീന സ്റ്റാൻലിനെ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ്. അലീന ചെന്ന് കയറുന്ന ആ ദിവസം തന്നെ സ്റ്റാൻലിയുമായിട്ട് അലീന ഒരു ഒടുക്കുണ്ടാക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.